ഓ, വേൾഡ് ക്രിയേറ്റ്. ഓ, പറയാൻ മറന്നില്ല. ഹലോ ഗൈസ്, അപ്പൊ എൻ്റെ ഒരു അഗ്നി. അപ്പൊ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിന്റെ എക്സ്പ്ലോ തുടങ്ങുകയാണ് ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ഒരു ബയോമി സ്പോൺ ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും. നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു പ്ലെയിൻസിലാണ് ഒന്ന് സ്പോൺ അയക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്പോൺ. മേളിൽ തന്നെ മറ്റേ ചെറിയ ബ്ലോസത്തിന്റെ ബയോമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. കൊള്ളാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും നമുക്ക് ആദ്യം തന്നെ മരം മുറിച്ച് നമ്മുടെ വേൾഡിന്റെ തുടക്കം സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും. അപ്പൊ നമ്മള് ആദ്യം ഒരു മരം മുറിച്ചിട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് ഇവിടെ വെച്ചേക്കാം. നമ്മൾ നമ്മുടെ വേൾഡിൽ ആദ്യമായിട്ട് പൊട്ടിക്കുന്ന മരം ആയതുകൊണ്ടാണ്, അല്ല ബ്ലോക്ക് ആയതുകൊണ്ടാണ് ചെയ്തത്. എന്തായാലും നമുക്ക് മരം മുറിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇച്ചിരി മരമൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം വലിയ ഇച്ചിരി മതിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നമ്മളാണെങ്കിൽ ഒരു 8 സ്റ്റിക്കും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പിക്കാക്സ് ഉണ്ടാക്കി. നമ്മളിപ്പം വുഡന്റെ ഒരു പിക്കാക്സ് മാത്രം ഉണ്ടാക്കുന്നുള്ളു. നമ്മൾ വേറൊന്നും ഉണ്ടാക്കുന്നില്ല. ഈ സ്ഥലം അത്യാവശ്യം നല്ലൊരു സ്ഥലം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൊള്ളാം എന്തായാലും കാണാനായിട്ടായിട്ട്. നമുക്ക് എന്തായാലും മേലിലോട്ട് കയറിയിട്ട് നമ്മുടെ സ്റ്റോൺ കളക്ട് ചെയ്യണം. ഇച്ചിരി സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ആണ് ഗൈസ്. എന്തായാലും ഇപ്പൊ തന്നെ സ്റ്റോൺ കിട്ടാം. നമ്മളപ്പോ ഇച്ചിരി സ്റ്റോൺ ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ നമ്മള് കോപ്പർ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഈ ഈ അപ്ഡേറ്റ് കോപ്പർ വെച്ച് ആർമർ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും അതും കൂടെ കളക്ട് ചെയ്യാം. മുമ്പായിട്ട് ഗൈസ് നമ്മൾ വേറൊരു സാധനം ചെയ്യാം. ഇനി മേലൊരു ബ്ലോക്ക് വെച്ചേക്കാം. ഇനി നമുക്കൊരു സ്റ്റോൺ പിക്കാഡ്സും ഒരു ആഡ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിയ അപ്ഡേറ്റ് ഈ സ്പിയർ എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. ഇപ്പോഴേ അത് എടുക്കണ്ട, പയ്യെ പയ്യെ നമുക്ക് കളിച്ച് വരുന്ന വഴിക്ക് എടുക്കാം. നമ്മൾ കുറച്ച് കോപ്പർ കണ്ടിട്ടുണ്ട്. ഈ കോപ്പർ എടുത്തേക്കാം. നമുക്കാണെങ്കിൽ ഒരു ആർമർ ഉണ്ടാക്കാനുള്ള കോപ്പർ ഇട്ടിട്ടുണ്ട്. നമുക്ക് പോയിട്ട് ഇതൊന്ന് സ്മെൽറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ കോളൊന്നും ഇല്ല. അപ്പം അതിനു വേണ്ടി ഇവിടുന്ന് എവിടെയെങ്കിലും കുറച്ച് കോൾ കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ബെഡ് ഉണ്ടാക്കണം. ഒക്കെയാണ് കേസ്. അപ്പം നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുമ്പം നമുക്ക് എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കി ഇവിടെ ഒരു ആടുണ്ട് കേസ്. നമുക്ക് ഇത് കിട്ടും, വോള് കിട്ടും. നമുക്കപ്പോൾ അത് വെച്ച് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഗൈസ്, അപ്പൊ അവിടെ കോളുണ്ട്. ആ കോൾ എടുക്കണം നമുക്ക്. ഇവിടെ ഓക്കെ, അവിടെ ആടുണ്ട്. നമുക്ക് ഇവിടുന്ന് ആടിനെ ഡിറ്റക്ടോഡില് സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ പറ്റുമെങ്കിൽ നമുക്കൊരു അയൺ ആർമർ ആകണം. അപ്പൊ അയൺ ആർമറും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാകും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഒരു വലിയ മല സൈഡാണ്, മലയാണ് ചുറ്റിനും. ഇവിടെ ഒന്നും വില്ലേജ് ഇല്ല. ഇപ്പൊ നമ്മളിവിടെ കോൾ എടുക്കാൻ വന്നപ്പോ തന്നെ ഇച്ചിരി അയണും കൂടെ അതേ മേലായിട്ട് ഇരിപ്പുണ്ട് ഇതുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതും കൂടെ എടുക്കണം നമുക്ക്. അതും കൂടെ എടുത്തിട്ട് നമുക്ക് ഈ ജൂനും തറ വീണം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് കുറച്ച് കോള് കളക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കോപ്പർ ഒന്ന് സ്മെൽറ്റ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്കൊരു ചെറിയൊരു സ്റ്റാർട്ടർ, ഒരു ഇത് ഷെൽട്ടർ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കണം കേസ്. അപ്പം നമ്മൾ ഈ എപ്പിസോഡിൽ തന്നെ നമ്മുടെ സ്റ്റാർട്ടർ ബേസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ സ്റ്റാർട്ടർ ബേസ് ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മുടെ മെയിൻ ഹൗസ് ആയിട്ട് തന്നെ ഒരെണ്ണം ഉണ്ടാക്കാനാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും ഇപ്പൊ നമുക്ക് ഈ കോളൊക്കെ ഒന്ന് കളക്ട് ചെയ്തെടുക്കാം.
പക്ഷെ നമുക്ക് ഈ അയണും കൂടെ ഒന്ന് എടുക്കാം. ഈ 2 അയൺ അല്ല 3 എണ്ണം ഉണ്ട്. നമുക്ക് ഇപ്പൊ ഒരു പിക്കാക്സ് ഉണ്ടാക്കാനുള്ള അയൺ ഒരെണ്ണമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അത്യാവശ്യം കോളും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം അല്ല 4 അയണും കിട്ടിയിട്ടുണ്ട്. നമ്മളെ ബേസ് വെക്കാനിരുന്ന സ്ഥലം ഇവിടെ ആയിരുന്നു. നമുക്കിപ്പോ ഇവിടെ അല്ല, നമുക്കിപ്പോ ഒരു ഷെൽട്ടർ പോലെ ഉണ്ടാക്കണം. നമുക്കത് ഇവിടെ ആയിട്ട് ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഒരു ചെറിയൊരു ഷെൽട്ടർ പോലെ ഉണ്ടാക്കാം. അപ്പം നമുക്കൊരു ശവൽ ഉണ്ടാക്കണം ഇതിന് മുമ്പായിട്ട് തന്നെ. പിന്നെ നമുക്കൊരു ഫർണസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്കപ്പോ നമ്മളെ ചെറിയൊരു ഷെൽട്ടർ പോലെ ഇവിടെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ കുറച്ച് കോളുണ്ട്. ഈ കോളും കൂടെ നമുക്ക് എടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ലൈറ്റ് അപ്പ് ചെയ്യണം ഗൈസ്. അല്ലെ സോംബിൻ്റെ അകത്ത് ചിലപ്പോൾ സ്പോണാൻ ചാൻസ് ഉണ്ട്, ഇരുട്ടായത് കൊണ്ട്. ഇവിടെ നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പൊ പ്ലാൻസ് വെക്കാം. ഇത് വെറുതെ ഇപ്പൊ നമുക്കൊന്ന് സ്റ്റേ ചെയ്യാനായിട്ടൊരു സംഭവമാണ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ. ഇവിടെ 10 കോപ്പർ ആയിട്ടുണ്ട് ഗൈസ്. ഇതിനു മുമ്പായിട്ട് നമുക്കൊരു കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുറച്ച് ലൈറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മള് ഈ സൈഡിലൊക്കെ ആയിട്ടൊന്ന് വെച്ചേക്കാം. 12 കുറച്ചുള്ളതുകൊണ്ട് നമുക്ക് പുറത്തും കൂടെ വെച്ചേക്കാം. ഓക്കെ, ഇപ്പം രാത്രി ആയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ബെഡ് ഉണ്ടാക്കാനായിട്ട് വുഡില്ല. ഇവിടെ കുറച്ച് വുഡ് കാണുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് തൽക്കാലം കുറച്ച് വുഡ് എടുത്തിട്ട് പെട്ടെന്ന് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ഡേ ഇപ്പൊ കഴിയും. തൽക്കാലത്തേക്ക് കുറച്ച് വുഡ് എടുത്തിട്ടുണ്ട്, പിന്നെ വെട്ടിക്കളയാം. നമുക്കിത് അകത്തോട്ട് എടുക്കാം ഗൈസ്. നമ്മുടെ ഈ ഫർണസും നമ്മുടെ പിക്കാക്സും പൊട്ടിപ്പോയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വെക്കാം നമുക്ക് നമ്മുടെ ഫർണസും ഇതും. നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമ്മളൊരു ബെഡും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് ഇട്ടിട്ട് ഈ ഒരു ഡോറും കൂടെ വേണമല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഡോറും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി എന്തായാലും രാത്രി ആയില്ലേ, കൂടെ മോബുണ്ടെന്ന്. നമുക്കപ്പോ ഇവിടുന്ന് മാറ്റി വെച്ച് നോക്കാല്ലേ. ഗൈസ്, ഇവിടെ ഒന്നും കിടക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെയൊക്കെ മോബുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ അങ്ങനെ കിടന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം മേളിലോട്ടൊക്കെ എന്തൊക്കെയുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം. അതൊക്കെ കുറച്ച് കോപ്പർ ആയിട്ടുണ്ട്. നമുക്ക് ഈ കോപ്പറിന്റെ ഈ ആർമർ ഒന്ന് ഉണ്ടാക്കിയേക്കാം. നമ്മളിപ്പോ ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കി, ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കി, 5 ആയുള്ളൂ. നമുക്കിനി ഒരു ബൂട്ട് ഉണ്ടാക്കി. അപ്പൊ നമ്മളൊരു ബൂട്ടും കൂടെ ഉണ്ടാക്കി. ഇനി നമുക്കൊരു പാൻസും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ കോപ്പർ ആർമർ ആകും. പിന്നെ നമുക്ക് കുറച്ച് അയണും കൂടെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ആ അയണും കൂടെ ഒന്ന് ചൂടാക്കാൻ വെക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് പുറത്തും എല്ലാം മോബ്സ് വല്ലതും ഉണ്ടാകാന്ന് അറിയത്തില്ല. നോക്കട്ടെ, ഇവിടെ നിന്ന് മോബ്സ് ഇല്ല. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു കേവ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കേസ്. പക്ഷെ ഇപ്പൊ എക്സ്പ്ലോർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചാകും. അതുകൊണ്ടാണ് ഇപ്പം എക്സ്പ്ലോർ ചെയ്യാൻ പോകാത്തത്. ഇപ്പൊ എന്തായാലും ഇപ്പൊ അകത്തോട്ട് കയറിയിട്ട് ഇപ്പൊ 5 ആയിട്ടുണ്ട് നമ്മുടെ കയ്യില്. ഇനി ഒരു 2 കൂടെ മതി. അപ്പൊ നമുക്കിനി ഒരു ഫുൾ കോപ്പർ ആർമർ ആകും. നമ്മള് കോപ്പർ ആർമറിന് വലിയ പവറൊന്നുമില്ല, പക്ഷെ സാധായിട്ട് നടക്കുന്നതിനെ കാട്ടി നല്ലത് അതാണെന്നാണ് തോന്നുന്നത്. നോക്കാം എന്തായാലും. അപ്പൊ നമ്മള് ഫുൾ കോപ്പർ ആർമർ എന്തായാലും ഇട്ടിട്ടുണ്ട്.
ഓ ഗൈസ്, അപ്പൊ നമ്മൾ ഫുൾ കോപ്പർ ആർമർ ആയിരിക്കുകയാണ് ഗൈസ്. യെസ് യെസ്. എന്റെ കണ്ണാടി ഉണ്ട് ഗൈസ്, കണ്ണാടിയൊക്കെ കിട്ടില്ലോ അല്ലേ. പിന്നെ എന്റെ തലയിൽ വേറൊരു കിരീടം ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പം ഫുൾ കോപ്പർ ആർമർ ആയിട്ടുണ്ട് ഗൈസ് നമ്മൾ. ഇനി ഇല്ലാതിരിക്കുന്ന കോപ്പറിങ് എടുത്തേക്കാം, ഈ അയണിന്റെ ഇത് ഇങ്ങോട്ട് വെച്ചേക്കാം ഗൈസ്. എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ ചെറുതാണ് ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം ഗൈസ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.